എല്ലാവർക്കും മൈത്രി യോഗയിലേക്ക് സ്വാഗതം. ഞാൻ രമേഷ് കുമാർ യോഗി. ഇന്ന് നമ്മൾ പരിശീലിക്കുന്നത് കഴുത്ത്, ഷോൾഡറിനോട് ചേർന്നിട്ടുള്ള പുറംഭാഗം. ഈ ഭാഗത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കുള്ള പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ പരിശീലനം. ഇതൊരു 5 സ്റ്റെപ്പ് ആയിട്ടാണ് തയ്യാറാക്കിയത്. ശരി, ആദ്യം ഏതെങ്കിലും ഒരു ആസന നിലയിൽ ഇരിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കുക. ശ്വാസം ദീർഘമായിട്ട് എടുക്കുക, ശ്വാസം ദീർഘമായിട്ട് വിടുക. വീണ്ടും ദീർഘമായിട്ട് എടുക്കുക. ഒരു തവണ കൂടെ ദീർഘമായിട്ട് എടുക്കുക. കഴുത്ത് പുറകോട്ടും മുന്നോട്ടും ചലിപ്പിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, ഷോൾഡറിൽ കൈകൾ കൂപ്പി വെക്കുക. കൈമുട്ട് ചേർത്ത് വെക്കുക. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലോട്ട് ഉയർത്തുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കൈമുട്ട് ആകാശത്തേക്ക് നോക്കുന്ന തരത്തിൽ വേണം ഉയർത്തുവാൻ. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കീഴോട്ട് താഴ്ത്തി വരിക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ലാസ്റ്റ് റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. കൈമുട്ട് ആകാശത്തേക്ക് നോക്കത്തക്ക രീതിയിൽ ഒന്നുകൂടെ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. കഴുത്ത് ഇരുവശങ്ങളിലുമായിട്ട് തിരിക്കുക. ശരി, മൂന്നാമത് സ്റ്റെപ്പ്. കൈകൾ കോർത്ത് തലയ്ക്ക് പുറകിൽ ചേർത്ത് വെക്കുക. ശ്വാസം ദീർഘമായിട്ട് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ നെഞ്ചിന് നേരെ വെച്ച് സാവധാനം തല കീഴോട്ട് താഴ്ത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ഈ അവസ്ഥയിൽ 5 തവണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നേരെ കൊണ്ടുവന്ന് കൈകൾ പൂർവസ്ഥിതി.
കഴുത്ത് പുറകോട്ടും മുന്നോട്ടും വളയ്ക്കുക. ഫോർത്ത് സ്റ്റെപ്പ്, കൈവിരലുകൾ ഇരുവശങ്ങളിലുമായിട്ട് പതിപ്പിക്കുക. വലത് കൈ നിവർത്തി കൈപ്പത്തി വലതുവശത്തേക്ക് വലിച്ച് കഴുത്ത് ഇടതുവശത്തേക്ക് തിരിച്ചു വെക്കുക. ശേഷം ഇടത് കൈ മുകളിലോട്ട് ഉയർത്തി കാതിനോട് ചേർത്ത് തല ക്രമേണ ഇടതുവശത്തേക്ക് ചരിക്കുക. അതോടൊപ്പം വലത് കൈ വലതുവശത്തേക്ക് വലിക്കുക. 3 തവണ ബ്രീത്ത് ചെയ്യുക. ഇടത് കൈ മുകളിലോട്ട് ഉയർത്തി വശങ്ങളിൽ പതിപ്പിക്കുക. ശേഷം ഇടത് കൈപ്പത്തി ഇടതുവശത്തേക്ക് വലിച്ച് കഴുത്ത് വലതുവശത്തേക്ക് ചെരിച്ചു വെക്കുക. വലത് കൈ മുകളിലോട്ട് ഉയർത്തി കാതിനോട് ചേർത്ത് തല വലതുവശത്തേക്ക് ചെരിച്ചു വെക്കുക. ഈ സമയത്ത് ഇടത് കൈപ്പത്തി ഇടതുവശത്തേക്ക് വലിക്കുകയും തല വലതുവശത്തേക്ക് തിരിക്കുകയും വേണം. സ്വാഭാവിക ശ്വസനം നടത്തുക. റിലാക്സ്. ശേഷം കഴുത്ത് ഇരുവശങ്ങളിലേക്കും തിരിക്കുക. സ്റ്റെപ്പ് 5, ടേബിളിൻ്റെ കാലിൻ്റെ ആകൃതിയിൽ ശരീരത്തിൻ്റെ ആകൃതി കൊണ്ടുവരിക. വലത് കൈ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ ഇടത് കൈയിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന് ഷോൾഡർ വലത് കാലിൻ്റെ നേരെയായിട്ട് കുത്തിവെക്കുക. ശേഷം ഇടത് കൈപ്പത്തി കൊണ്ട് ഇടത് നെഞ്ച് ഉയർത്തി ഇടത് കാല് പുറകോട്ട് വലിച്ച് 5 തവണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഇടത് കാല് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവന്ന് വലത് കൈ മുകളിലോട്ട് ഉയർത്തി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇനി നേരെ വിപരീത ദിശയിലും ആവർത്തിക്കുക. ഇടത് കൈ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈയിനുള്ളിലൂടെ കൊണ്ടുവന്ന് ഇടത് കാലിന് നേരെ ഷോൾഡർ തറയിൽ പതിപ്പിക്കുക. ശേഷം വലത് കൈ കൊണ്ട് നെഞ്ച് പുറകോട്ട് തള്ളി വലത് കാല് പുറകോട്ട് വലിച്ച് 5 തവണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക.
ശ്വാസം വിട്ട് ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ മുകളിലോട്ട് ഉയർത്തി പൂർവസ്ഥിതി. പുറകിൽ കൈകുത്തി ഷോൾഡർ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. കഴുത്ത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും കറക്കുക. കഴുത്ത്, ഷോൾഡർ, പുറം ഭാഗം വേദന അനുഭവിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് പരിശീലിക്കുക, അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.